ഹലോ നമസ്കാരം മിനി റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിൽ താഴത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ അനാവശ്യ ചിന്തകളെ നിങ്ങളുടെ മനസ്സിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു പ്രവണത ഇപ്പം നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നുണ്ട്. അത് പാടില്ല എന്ന് പറയുന്നു. ആ ഒരു ടെൻഡൻസി ഒഴിവാക്കാനാണ് പറയുന്നത്. ഇപ്പോൾ മനസ്സമാധാനത്തിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമായിട്ട് ഈ ഒരു സമയം ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമായി ഇരിക്കുന്നതിന് നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അതിലാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഓക്കെ, കൃത്യമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഈ പറയുന്ന അനാവശ്യ ചിന്തകളിലേക്ക് ശ്രദ്ധ പോകുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക. അതിനുവേണ്ടി എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക അത് ചെയ്യുക. പിന്നെ നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ എപ്പോഴും ഒരു സമാധാന അന്തരീക്ഷത്തിലായിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ 3D റിയാലിറ്റി നിങ്ങളുടെ ചുറ്റും ഒരു സമാധാനം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കും അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ മനസ്സും ക്ലിയർ ആയിരിക്കുന്നതിനും സമാധാനത്തോടെ ഇരിക്കുന്നതിനും അത് സഹായിക്കും. അപ്പൊ നിങ്ങളോട് അത് ചെയ്യാനാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗൈഡൻസസ്, മാർഗനിർദ്ദേശങ്ങൾ, ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഓക്കെ, ചില ഡിസിഷൻസ് നിങ്ങൾ വൈകാതെ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ ഡിസിഷൻ എന്ന് പറയുന്നത് അത് ഏത് കാര്യമാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, എന്ത് തീരുമാനമാണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ചൊരു ക്ലൂ, ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ലഭിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇൻറ്റ്യൂട്ടീവ് തോട്ട്സ് നിങ്ങൾ വ്യക്തമായി കേൾക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള അനാവശ്യ ചിന്തകളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറിയിട്ടുണ്ടായിരിക്കണം. ഈ അനാവശ്യ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കണം. ആ ഒരു ചിന്തകളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് തോട്ട്സ് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് പോലും നിങ്ങൾ ആ മനസ്സിന്റെ തോന്നലാണ് എന്നുള്ള രീതിയിൽ അതിനെ ശ്രദ്ധിക്കാതെ വിടും. അത് പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. അപ്പൊ അതിനായിട്ട് മനസ്സിനെ സ്വസ്ഥമാക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ പടി. ഓക്കെ, അപ്പൊ അനാവശ്യ ചിന്തകൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക, എന്ത് കാര്യത്തിലാണോ നിങ്ങളുടേതായ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോൾ കൊണ്ടുവരാൻ സാധിക്കുക അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്യുക, അത്രമാത്രം. ബാക്കിയെല്ലാം യൂണിവേഴ്സിന് വിട്ടു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന, നിങ്ങൾക്ക് അത്ര ടെൻഷൻ ഉണ്ടാക്കുന്ന ചിന്തകൾ, ഓർമ്മകൾ, അതിൽ നിന്ന് നിങ്ങൾ മുക്തി നേടേണ്ടതാണ്. അത് നിങ്ങൾക്ക് തന്നെയാണ് സാധിക്കുക. അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതല്ല. നിങ്ങൾ തന്നെയാണ് അതിന് ഇനീഷ്യേറ്റ് എടുക്കേണ്ടത്. അതിന് ഇനീഷ്യേറ്റ് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, മനസ്സിനെ സ്വസ്ഥമാക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴാണ് മനസ്സ് സമാധാനത്തോടെ ആയിരിക്കുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ആരോടൊപ്പം ആയിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നത്. ആ വ്യക്തികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക. എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിന് കൂടുതൽ സമാധാനം കിട്ടുന്നത് അത് കൂടുതൽ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് തോട്ട്സ് നിങ്ങൾ കൂടുതൽ കേൾക്കും. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ചില എന്താ പറയാ കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുന്നതിന്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാവുന്നതിന് ഈ പറഞ്ഞ ഇൻറ്റ്യൂട്ടീവ് തോട്ട്സ് ഫോളോ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾക്കൊരു ടവർ മൊമെന്റ് ആണ് വരുന്നത്. ഓക്കെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റമാണ് വരുന്നത്. നിങ്ങൾക്ക് വളരെയധികം പക്ഷെ നിങ്ങളെ ടവർ മൊമെന്റ് എന്ന് പറയുമ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ, നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയതിനേക്കാൾ മികച്ചൊരു മാറ്റമാണ് അതിലൂടെ വരുന്നത് എന്ന് മനസ്സിലാക്കുക. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നതിനും വേണ്ടുന്ന ആ ഒരു മാർഗനിർദ്ദേശം, അവിടെ ക്ഷമയോടെ ആയിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ടവർ മൊമെന്റിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ക്ലൂസ് ആണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഇൻറ്റ്യൂഷനിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഡിസിഷൻ ഉണ്ട്. അപ്പൊ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ട സിറ്റുവേഷൻ അത് വേണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതൊക്കെ മാറി കൃത്യമായിട്ട് യൂണിവേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ
നിങ്ങൾ ഇൻഡ്യൂഷനിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുത്തേ പറ്റൂ. ആ ഇൻഡ്യൂഷൻ ശക്തിപ്പെടണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ അനാവശ്യ ചിന്തകൾ നിങ്ങൾ പുറത്ത് കളഞ്ഞേ പറ്റൂ. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് കമന്റ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 2ന്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 2 നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളോട് ഇപ്പൊ എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്ന്. ഓക്കെ, ഇത് വളരെയധികം ഒരു റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റീഡിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളിൽ ഒരു കോ ഡിപ്പെൻഡൻസി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ്, ആ ഹാപ്പിലി എവർ ആഫ്റ്റർ ഒക്കെ നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഡെസ്റ്റിൻഡ് ആണ്, ആ ഒരു ഡെസ്റ്റിൻഡ് യൂണിയൻ നിങ്ങൾക്കുണ്ട്. അങ്ങനത്തെ ആൾ നിങ്ങളുടെ ലൈഫിലുണ്ട്, അതൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അതൊക്കെ യൂണിവേഴ്സ് കൺഫേം ചെയ്യാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ഡെസ്റ്റിൻഡ് യൂണിയൻ ഉണ്ട്, ഡെസ്റ്റിൻഡ് പാർട്ട്ണർ ഉണ്ട്, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സ്റ്റേബിളും സെക്യൂർ ആയിട്ടുള്ള വളരെ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് അവരുടെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ അതിനെ കാത്തിരുന്നത് കൊണ്ട് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല. അതിനിങ്ങനെ കാത്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്നും ചെയ്യാതെ അതിനായിട്ട് ഇങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നടക്കുന്നതിനും കാലതാമസം ഉണ്ടായിരിക്കും. ഇതിൽ കുറേ കൂടെ കോംപ്ലിക്കേഷൻസും ചാലഞ്ചസും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനെ വളരെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ്, ആ ഒരു പാർട്ട്ണറിനെ നിങ്ങളുടെ ലൈഫിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ കൊണ്ടുവരുന്നതിനുള്ള മാർഗം എന്ന് പറയുന്നത് സീക്ക് ഇന്നർ ഫുൾഫിൽമെന്റ് ഫസ്റ്റ്. നിങ്ങളിൽ തന്നെ ആ ഒരു സംതൃപ്തി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റണം. അതായത് നിങ്ങൾ എൻ്റെ ലൈഫ് ഹാപ്പി ആവണമെങ്കിൽ, എനിക്ക് ലൈഫ് ഞാൻ എൻജോയ് ചെയ്യണമെങ്കിൽ എനിക്കൊരു പാർട്ട്ണർ ഉണ്ടാകണം, ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾ മാറണം. ഓക്കെ, നിങ്ങളോടൊപ്പം തന്നെ ആയിരിക്കില്ലേ നിങ്ങൾക്ക് ആ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ അനുഭവിക്കാൻ പറ്റണം. അതായത് ഇപ്പോൾ ഞാൻ സിംഗിൾ ആണ്, എന്നിരുന്നാലും എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആണ്, ഞാൻ വളരെയധികം സംതൃപ്തി നിറഞ്ഞ ജീവിതം നയിക്കുന്നു. ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പങ്കാളി വന്നാൽ അതിൽ വളരെ സന്തോഷം. പക്ഷേ ആള് വന്നാൽ മാത്രമേ എൻ്റെ ലൈഫിൽ സന്തോഷം ഉണ്ടാകൂ എന്നൊന്നില്ല. ഞാൻ ഓൾറെഡി എൻ്റെ ലൈഫിൽ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അതിനെ കൂട്ടുന്നതിന് ഒരു പങ്കാളി വരുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ആ പങ്കാളി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നില്ല. മനസ്സിലായോ? നേരത്തെ പറഞ്ഞത് ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനും ആനന്ദിക്കാനുമുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, ഒരുപാട് ചെറിയ ചെറിയ വലിയ വലിയ കാര്യങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിലൊന്നും എന്താ പറയാ, നിങ്ങൾ ചെയ്യേണ്ട അത്രയും, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം സന്തോഷിക്കണം, എത്രത്തോളം ആനന്ദിക്കണം, അത് നിങ്ങൾ ചെയ്യുന്നില്ല. എന്തുണ്ടായാലും നിങ്ങൾ വന്നാൽ എൻ്റെ ലൈഫിൽ ഒരാളില്ലല്ലോ, എൻ്റെ ലൈഫിൽ ഒരു പാർട്ട്ണർ ഇല്ലല്ലോ, ഈ ഒരു ചിന്തയാണ്. അത് നിങ്ങൾ മാറ്റണം. അത് കോ ഡിപ്പെൻഡൻസിയാണ്. ഓക്കെ, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ആനന്ദവും എല്ലാം നിങ്ങൾ വേറൊരു വ്യക്തിയിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അവർ വന്നാൽ ഞാൻ ഹാപ്പിയാണ്, അങ്ങനെ അത് പാടില്ല. നിങ്ങൾ ആദ്യം യു ഷുഡ് ഫീൽ യുവർ ഓൺ കപ്പ്. നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ എന്താ പറയുക കപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഫുൾ ആക്കേണ്ടത്, നിങ്ങളാണ് അത് നിറയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു പാർട്ട്ണറിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ സ്വയം നൽകുക. അവരോടൊപ്പം ലൈഫ് എങ്ങനെയൊക്കെ ആസ്വദിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നു, ആ ഒരു ആസ്വാദനം, അല്ലെങ്കിൽ ആ ഒരു ലൈഫിന്റെ ആ ഒരു ടൈപ്പ് ഓഫ് എൻജോയ്മെന്റ് നിങ്ങൾ ഇപ്പോഴേ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണർ വന്നതിന് ശേഷം, ആ കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഓരോന്നോരോന്നായിട്ട് അത് ചെയ്യുക. ലൈഫ് എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അത്രമേൽ ഇമോഷണൽ ഫുൾഫിൽമെന്റ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകുക. അത് തരുന്ന ആ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. അതും വളരെ ഈസി ആയിട്ട് തന്നെ അത് സംഭവിക്കാം. ഓക്കെ, ചാലഞ്ചസ് ഒന്നും ഇല്ലാത്തത് സംഭവിക്കണമെങ്കിൽ നിങ്ങളിൽ തന്നെ ആ പൂർണ്ണത നിങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇത് കുറേയും കൂടെ നിങ്ങളിതിൽ എന്താ പറയാ വൈകുന്നതിനും, ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് വൈകുന്നതിന്, അതിൽ കാലതാമസം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്, കുറേയും കൂടെ ചാലഞ്ചിങ് ആവുന്നതായിട്ട് കാണുന്നു. ഈവൻ ആ ഒരു റൈറ്റ് പേഴ്സണെ ചിലപ്പോൾ നിങ്ങൾ തിരിച്ചറിയാതെ തന്നെ പോകുന്ന ഒരവസ്ഥയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അത് ഒഴിവാക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഫോക്കസ് ഓൺ യുവർ സെൽഫ്.
നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷവും സ്നേഹവും കരുതലും എല്ലാം നിങ്ങൾ സ്വയം നൽകുക. അത് ശീലിക്കണം. ആ സെൽഫ് ലവ് എന്തായാലും വേണം. ഓക്കെ. അങ്ങനെ ലൈഫ് ആഘോഷിച്ച് നിങ്ങളുടേതായ രീതിയിൽ സന്തോഷിച്ച് ആനന്ദിച്ചാലും നിങ്ങൾക്ക് യാതൊരു റിഗ്രറ്റും പാടില്ല. അതിന് അങ്ങനെ ആനന്ദിച്ച് സന്തോഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ വ്യക്തി അപ്പോൾ റൈറ്റ് ടൈമിൽ വളരെ സ്മൂത്ത് ആയിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ആ യൂണിയനും വളരെ ബ്യൂട്ടിഫുള്ളി നടക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങളോട് യൂണിവേഴ്സിറ്റി ഇപ്പോൾ പറയാനായിട്ടുള്ളത്. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് കമന്റ്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു.